എല്ലാവർക്കും നമസ്കാരം. ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഇവിടെ വരിക. ഒരാൾ കാണുന്നുണ്ട്. രണ്ടുപേര് കണ്ടിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ ഹായ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് തുടങ്ങാം. ഉദിത്ത്, ഷഹീദ്, എംആർ രണ്ടാൾക്കാർ ഹായ് ഇട്ടിട്ടുണ്ട്. അപ്പം പോരട്ടെ. സുഡാപ്പികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ഇട്ടോളുക. ഞാൻ സുഡാപ്പികൾക്ക് മാത്രമുള്ള ഒരു പോസ്റ്റാണിത്. മോഹിത് കുമാർ ഹായ്. പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ശശിധരൻ ഹായ്. വിജുവേ നമസ്കാരം. ഷിബു കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട്. വന്നോ മാറണം എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്കുള്ള മറുപടി ഞാൻ ഇത് കഴിഞ്ഞിട്ട് തരാം. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ വന്നത്. അതായത് മുസ്ലിംസിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ പേരാണ് കാട് മല തോട് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ്. അതിലധികവും പേരുകളുള്ളത് എല്ലാം അനസ്, ജമീസ്, പിന്നെ കേരള ബില്ലി, കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഫേക്ക് ID, ഇങ്ങനെയുള്ള കുറേ ഫേക്കന്മാരുടെ ഒരു വളരെ എന്താ പറയുക പോൺ സൈറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് അനസ് ജലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തനെ ഇട്ടിട്ടുണ്ട്. ഫോട്ടോ ഞാൻ എൻ്റെ ഫോട്ടോ കണ്ട നിങ്ങൾ ഫോട്ടോ എടുത്ത് നല്ലൊരു ചരക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ആ ഗ്രൂപ്പിൻ്റെ അകത്ത് ഞാനിങ്ങനെ നോക്കിയ സമയത്ത് സെറ്റ് സാരി ഇട്ട നമ്മളെ ഹിന്ദു പെൺകുട്ടികളുടെ ഫോട്ടോസ് എന്താ കണ്ട നിങ്ങൾ കണ്ട, അതും ഇട്ടത് ഒരു മുഹമ്മദ് നവാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തരാണ്. ആരെ വേണം എന്തും ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോട്ടോസൊക്കെ ഇട്ടിട്ട് വളരെ മോശമായിട്ട് കമൻറ്റ് ഇടിയിപ്പിക്കലാണ് ഈ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ മുസ്ലിംസിൻ്റെ ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, എല്ലാ ആൾക്കാരെയും ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നില്ല. കാരണം ഒരു പറ്റം ആൾക്കാർ ഇങ്ങനെ സുഡാപ്പി വർഗം തന്നെ നമുക്ക് പറയാം, അങ്ങനെയുള്ള ആൾക്കാരാണ് ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഈ പെണ്ണുങ്ങളെ ഫോട്ടോ, അതായത് ഹിന്ദു പെൺകുട്ടികളെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് വളരെ മോശമായിട്ട് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെറുപ്പിക്കുന്ന സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് വാക്ക് അവൻ്റെ തന്തക്ക് വിളിക്കാനും അല്ല അവൻ്റെ ഉമ്മക്ക് വിളിക്കാനും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു ഉറക്ക് വരില്ലല്ലോ സുഹൃത്തുക്കളെ. ഗ്രൂപ്പുകളിൽ മതം തേടി പോകുന്ന തീട്ടം എന്നൊരു പോസ്റ്റ് കണ്ടു. പ്രിയ പ്രിൻസ്. അത് ഫേക്കനായതുകൊണ്ട് എനിക്ക് നിങ്ങളോട് മറുപടി പറയേണ്ട ആവശ്യം വരുന്നില്ല. എനിക്ക് മറുപടി പറയേണ്ടത് സുഡാപ്പി കുഞ്ഞുങ്ങളോട് മാത്രമാണ്. ഒന്നിക്കലും നിങ്ങളെ ബുറക്കേട്ട് പറതേട്ട ഒരുപാട് സ്ത്രീകൾ വെറുതെ ഇരിക്കുന്നുണ്ട്. അവര് നിങ്ങൾ പിന്നെ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ക്ഷണിക്കുക. അതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ പാലക്കാട് ശിഹാത്തങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെ ഭാര്യമാരെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് നിങ്ങളിങ്ങനെ നിർവ്വാഹണമാണ് ചെയ്യുക. അല്ലാണ്ട് എന്താ പറയേണ്ടത്, ആരും അറിയാത്ത ലേഡീസിൻ്റെ ഫോട്ടോസും അതുപോലെ തന്നെ ഹിന്ദു പെൺകുട്ടികളെ ഫോട്ടോസൊക്കെ വെക്കുന്നതിന് മുന്നേ ഇങ്ങനെയുള്ള വാണങ്ങളെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് വെച്ചിട്ട് നിങ്ങൾ സ്വയം സന്തോഷിക്കുക. അല്ലാതെ മറ്റുള്ള ആൾക്കാരെ ഫോട്ടോസ് എടുത്തിട്ട് വെച്ചിട്ട് എന്താ നിങ്ങൾക്ക് കിട്ടുന്നത്? സ്വന്തം വീട്ടിൽ ഉമ്മാൻ്റെയോ പെങ്ങളിയോ അല്ല നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് കോയമാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് നിങ്ങൾ പിന്നെ എന്താ പറയുക ഇങ്ങനെ ചോദിക്കുക. എന്നിട്ട് ചോദിച്ചതിന് മറുപടി എന്താണ് എന്നുള്ളത് അവർ തന്നെ പറഞ്ഞു തരും. അതല്ലേ നല്ലത്. ഇത് ഞാൻ രാവിലെ മുതലേ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് MCC എന്ന മലരൻ കളിക്കുന്നുണ്ട്. അപ്പം അവനോടും കൂടിയാണ് ഞാൻ പറയുന്നത്, നിന്റെ ലാസ്റ്റ് കളിയാണിത്. നീ കളിച്ചോ, നല്ല വൃത്തിക്ക് കളിച്ചോ. PP രാജൻ എന്ന വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ. ഫേക്കിൽ വന്നിട്ട് കൈയും കാലും ഇല്ലാത്തവനെ ഫേക്കിൽ വന്നിട്ട് ഇങ്ങനത്തെ വൃത്തികേട് കളിക്കുന്നത് എന്ന് നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റൂല. PP രാജൻ എന്ന് പറയുന്നത്. അപ്പോൾ PP രാജ മോനെ, അടുത്തത് നിന്റെ വീട്ടിലേക്കാണ് ഞാൻ വരുന്നത്. നീ ആരാന്നു എന്താണു എന്നുള്ള വ്യക്തമായ ധാരണയോട് കൂടിയിട്ടാണ് ഞാൻ നിന്ന് സംസാരിക്കുന്നത്. എന്ത് തന്നെയായാലും നിന്നെ ഞാൻ പറഞ്ഞില്ല, മാനനഷ്ടത്തിനുള്ള കേസിന്റെ വകുപ്പെല്ലാം അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ,
ഇത്രയും തെണ്ടിത്തരം കാണിച്ചിട്ട് മറ്റുള്ള ആൾക്കാരെ ന്യായീകരിക്കാൻ നമ്മൾ വലിയ പിന്നെ പതിവ്രതകളോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. പതിവ്രത എന്ന് പറയും നിങ്ങൾ വലിയ എന്നെ പറ്റിയിട്ട് നിങ്ങളിങ്ങനെ പറയും പതിവ്രതയൊന്നുമല്ല, അവൾ വെറും മറ്റേതാന്ന് അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് എന്നൊക്കെ. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെ ആ ഒരു ഭാഷ എനിക്ക് വേണ്ട. കാരണം ഞാൻ താൻ തോന്നിയാണെങ്കിൽ താൻ തോന്നി തന്നെ വിളിച്ചോ, വർഗീയവാദിയാണെങ്കിൽ വർഗീയവാദി തന്നെ നിങ്ങൾക്ക് പറയാം. ഓക്കെ. പി രാജൻ എവിടെയുണ്ട് എന്നാളോ, അത് സസ്പെൻസ് ആണ് സുഹൃത്തുക്കളെ, സസ്പെൻസ്. പി രാജൻ എന്ന വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് തന്നെ പരിചയപ്പെടുത്തി തരാം. എങ്ങോട്ട് പായൂല, പായാനും ഓടാനൊന്നും പറ്റൂല, ഇവിടെ തന്നെ ഇരിക്കും. അതുകൊണ്ട് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ. ഇത്രയും തെണ്ടിത്തരം കാണിച്ചു കൂട്ടിയിട്ട് വെറുതെ വിടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല പി രാജ. നമുക്ക് നോക്കാം എന്തായാലും. ഒരു നടക്കൊന്നും പോകുന്ന ലക്ഷണമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേക്കിൽ വന്നിട്ട് ഇങ്ങനെ വൃത്തികേട് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, സ്വന്തം ഐഡിയിൽ വാടോ ഒറ്റത്തന്തക്ക് ജനിച്ചിട്ട് സ്വന്തമായിട്ട് ഐഡിയിൽ വന്നിട്ട് സംസാരിക്കാനുള്ള തൻ്റെ ഇടമെങ്കിലും ഒന്ന് കാണിക്കുക. അല്ലാതെ വെറുതെ ഇത് ആരാൻ്റെ ഐഡിയിൽ, അതായത് ഇതൊരു മുസ്ലിംസ് ആണെങ്കിൽ അത് ഹിന്ദുവിൻ്റെ ഐഡിയിൽ വന്നിട്ട് കോപ്രായങ്ങൾ കാണിക്കുക, ചീത്ത പറയുക, BJP-ക്കാരെ ചീത്ത പറയുക, RSS-കാരെ ചീത്ത പറയുക, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സകല പെണ്ണുങ്ങളെയും ചീത്ത വിളിക്കുക. അപ്പം ഇവരെ വിചാരം ഇതൊന്നും നമ്മൾക്കൊന്നും അറിയാൻ പറ്റൂല, പിന്നെ സംഘികൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന കുറേ മക്കളുണ്ട്. ആ മക്കളോടാണ് ഈ ഫേക്ക് ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വേഗം മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. അതെന്തെന്നാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല, പിന്നെ ഫേക്കിലും വരൂലല്ലോ. അപ്പം തീർച്ചയായിട്ടും നമ്മളെ രാജേട്ടനെ പൊക്കിയിട്ടുണ്ട്, പി രാജേട്ടനെ പൊക്കിയിട്ടുണ്ട്. എന്ത് തന്നെ ആയാലും രാജേട്ടാ, നിന്റെ യോഗം. ഞാൻ നാളെ എന്തായാലും ഞാൻ നിങ്ങളെ വീട്ടിൽ വരുന്നതായിരിക്കും. നാളെ മറ്റന്നാളെ നോക്കിയിട്ട് ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നെ ലൈവ് ഇട്ട് കാണിച്ചു തരാം. ഇങ്ങനെയുള്ള ഓരോരുത്തന്മാരുടെയും എന്താ പറയുക, ഓരോരുത്തന്മാരുടെ താക്കീത് തന്നെ പറയാം. ഓരോ പെണ്ണിനോട് ഇങ്ങനത്തെ വൃത്തികേട് പറഞ്ഞാലും അതുപോലെ തന്നെ വൃത്തികേട് ചെയ്താലും ഇത് തന്നെയായിരിക്കും താക്കീത് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അത്രയും വൃത്തികെട്ട തെണ്ടിത്തരാന്ന് ഇവനെ പോലെയുള്ള ആൾക്കാർ ചെയ്തു വെക്കുന്നത്. എൻ്റെയും കുമ്മനൻജിയുടെ ഫോട്ടോസ് മോർഫ് ചെയ്തിട്ട് അത് പ്രൊഫൈലാക്കിയിട്ട് വെക്കുക. പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടില്ലേ. നമുക്ക് നോക്കാം രാജാ, നീ എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത്. എന്തായാലും മൂത്ത കമ്മി നിനക്കിട്ടുള്ളതാണ് ഇനി അടുത്തത് എൻ്റെ ലക്ഷ്യം. എന്ത് തന്നെയായാലും സുമേഷ്, എൻ്റെ അഡ്രസ്സ് പോലും ഇപ്പം കാണുന്നില്ല, കൊഞ്ചൻ സുമേഷ്. എന്തൊക്കെയായിരുന്നു ഇവിടെ, എന്തൊക്കെയായിരുന്നു. ദയ വേറെ, 1 പോയിന്റ് വേറെ, ഫാസിൽ വേറെ, അതുപോലെ തന്നെ കുറേ എണ്ണ എനക്കിട്ട് ലക്ഷ്മിക്കാനത്ത് വേറെ കുറേ എണ്ണ എനക്കിട്ടിട്ട് ഓലത്താനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നൊക്കെ അവരെവിടെ പോയി, ഓരോ ആൾക്കാരും ഓരോ സൈഡിലേക്ക്. 1 പോയിന്റ് ഫാസിലിൻ്റെ പിറകെ പോയി, ഫാസിലും ദയൻ്റെ പിറകെ പോയി, ദയ മറ്റോള പിറകെ പോയി. കഷ്ടം തന്നെ. നിങ്ങളിങ്ങനത്തെ എന്താ പറയേണ്ടത്, എന്താ ചെയ്യുക. ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമുക്ക് നമ്മളതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മളെ വിഷയങ്ങൾ സംസാരിക്കാനും ഉള്ളൊരു പ്ലാറ്റ്ഫോം, അല്ലാതെ വ്യക്തിഹത്യ ചെയ്യാനോ ഇങ്ങനെയുള്ള തോന്നിയാസ്ഥലങ്ങൾ വിളിച്ചു പോവാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ പറയും നിങ്ങൾ ഫോട്ടോസ് ഇടുന്നില്ലേ, നിങ്ങൾ പിന്നെ വൃത്തികെട്ട പിന്നെ ചാറ്റുകൾ കാര്യങ്ങളൊക്കെ ഇടുന്നില്ലേ എന്നില്ല. എന്നോട് വൃത്തികേട് പറയുന്ന ആരാണെങ്കിലും അത് ഞാൻ നിങ്ങളെ മുന്നിൽ ഇവിടെ വന്നിട്ട് ഞാൻ പറയും. അതെൻ്റെ സ്വഭാവമാണ്. അത് പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നത്. പിന്നെ കുറേ അലവലാദികളെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഈ അലവലാദി നല്ല സുഹൃത്തുക്കളും ഉണ്ട്, അതുപോലെ തന്നെ ബാഡ് സുഹൃത്തുക്കളും ഉണ്ട്. നമ്മൾ ഈ നല്ല സുഹൃത്തുക്കൾ എന്താണ് ഏതാണ് എന്ന് അറിഞ്ഞു വരുമ്പോഴേക്കും അവരൊരു പക്ഷെ എന്തിനോ വേണ്ടി നമ്മളെ പിറകെ വന്നതായിരിക്കും. അപ്പം നമുക്കത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ് അല്ലേ. നമുക്ക് എന്ത് സംഭവിച്ചാലും അല്ലെങ്കിൽ നമുക്ക് എന്താണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത് അതൊക്കെ ഇവിടെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഇവിടെ സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് സോഷ്യൽ മീഡിയ. അതിൻ്റെ ഇടയിൽ നിങ്ങളെപ്പോലെയുള്ള ഞരമ്പന്മാർ, കുറച്ച് ഞരമ്പന്മാരുണ്ട്. ഈ പി രാജനെ പോലെയുള്ളയും അതുപോലെ തന്നെ
ഈ പിന്നെ ഫേക്കന്മാർ, സുഡാപ്പികൾ, ഇങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ നിങ്ങളെയൊക്കെ അമ്മമാരെയും പെങ്ങന്മാരെയും ഗതികേട് തന്നെ ഞാൻ പറയും. ഈ MCCമിനെ പോലെ ഇവനാന്ന് ലിങ്ക് എടുത്തിട്ട് ആ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കുന്നത് എന്നുള്ള സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഇതിൻ്റെ പിറകെ ഞാനുണ്ട്. കാരണം ഇതൊരു മുസ്ലിം ഗ്രൂപ്പാണ്. മുസ്ലിം ഗ്രൂപ്പിലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ, വൃത്തികെട്ട കാര്യങ്ങൾ വന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതിനെന്താണ് നമുക്ക് പ്രതിവിധി എന്നുള്ള കാര്യം കൂടി നമുക്ക് ചോദിക്കണമല്ലോ. അല്ലാതെ വെറുതെ ഇങ്ങനെ വായിട്ട് അലച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. വായിട്ട് അലച്ചതിനെ കൊണ്ട് പിന്നെ നിങ്ങൾ പറയുമോ ഇവള് വെറുതെ വായിട്ട് അലക്കുക മാത്രമല്ല, ഇവളൊന്നും ചെയ്യൊന്നുമില്ല, വെറുതെ വായിട്ട് അലച്ചിട്ട് അങ്ങ് പോയിക്കോളൂ എന്ന് വിചാരിക്കുന്ന എല്ലാ സൂട്ടാപ്പി മക്കളോടും കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. എന്നോട് ഇങ്ങോട്ട് വൃത്തികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെയൊക്കെ വീട്ടിൽ വന്നിട്ട് നിൻ്റെയൊക്കെ അമ്മക്കും ഉമ്മക്കും ഒക്കെ അവിടെ ഇരുന്നിട്ട് ഞാൻ സംസാരിക്കും. വന്നല്ലോ വനമാല എന്നല്ല മുഹമ്മദ് ഷാഫിയെ. നിന്നെ പോലെ കുറെ സുഡാപ്പികളുണ്ട് ഇവിടെ ഇറങ്ങിയിട്ട്, ഒരുപാട് സുഡാപ്പി കുഞ്ഞുങ്ങളെ വിചാരം ഞാനൊന്നും അനങ്ങൂല, സംസാരിക്കൂല, അയ്യോ കിട്ടിയത് മേടിച്ച് ഞാനങ്ങ് പോകുന്നതാണ്. ഒരു കുട്ടിക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു 10 രൂപ ഇവിടെ സഹായിച്ചിട്ടായിരിക്കില്ല സഹായം ചെയ്തു കൊടുക്കുക, പറയാ വൃത്തികേട് പറയാ. ഒരു 10 രൂപ സഹായിച്ചിട്ടാണ് വൃത്തികേട് പറയുന്നുണ്ടെങ്കിൽ എത്രയോ മാന്യത ഉണ്ട് നിനക്കൊക്കെ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന അയ്യോ 4 കെട്ടി 3 കെട്ടി 2 കെട്ടി, നിന്റെയൊക്കെ സമുദായത്തിൽ നിന്റെയൊക്കെ വർഗത്തിന് 4ഉം 5ഉം കെട്ടാമെന്നുണ്ടെങ്കിൽ ഞാൻ 1നെ വേണ്ട 2നെ കെട്ടി എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നൊന്നുമില്ല. നിന്റെയൊക്കെ പിന്നെ അള്ളാഹു എന്താ പറയുന്നത്, നബി എന്താ പറയുന്നത്? നബി എന്താണ് പറയുന്നത്? അത് നിങ്ങൾക്കറിയില്ലേ? നിങ്ങളെന്തിനാ ഈ 5 നേരം നിസ്കരിക്കുന്നത്? എന്തിനാ ഇങ്ങനെ ചീത്ത പറയാനാണോ? ഈ 5 നേരം നിസ്കരിക്കുന്നത് ഇങ്ങനെ ചീത്ത വിളിക്കേണ്ടിയിട്ടാണോ? ഈ ഹിന്ദുക്കളെല്ലാം ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ നബിക്ക് നല്ല അടിപൊളിയായിട്ട് സമാധാനം കിട്ടും എന്ന്, അള്ളാഹുവിന് സമാധാനം കിട്ടും, അങ്ങനെ വന്നിട്ടാണോ നിങ്ങൾ ഈ 5 നേരം നിസ്കരിക്കുന്നത്? ആണോ? ആണെങ്കിലൊന്ന് പറയണേ, എനിക്ക് ഡൗട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല ആൾക്കാരോട് ചോദിക്കാനിരുന്നൊരു കാര്യമാണ്, ഈ നബിക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഹിന്ദുക്കളെ 4 ചീത്ത വിളിക്കണം എന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കില്ലേ ഇമാതിരി ചീത്തകൾ ഇവിടെ വന്നിട്ട് വിളിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ സത്യസന്ധമായിട്ട് ആലോചിക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിനാണെങ്കിലും നബിക്കാണെങ്കിലും ഈ ഹിന്ദുക്കളെ 4 ഭാഗത്തുനിന്ന് ചീത്ത വിളിക്കുന്നത് കുറച്ച് സമാധാനം ഉണ്ടാക്കുന്നതാണെങ്കിൽ അവർക്കങ്ങ് സമാധാനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു അല്ലേ? നിങ്ങൾ ഈ 5 നേരം നിസ്കരിക്കുന്നുണ്ട്, പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്നുണ്ട്, ഈ പള്ളിയിൽ ഉസ്താദുമാർ പറയുന്നുണ്ടാവും നിങ്ങളാ അയ്യോ അവളെ ചീത്ത വിളിക്കണേ, ഇവളെ ചീത്ത വിളിക്കണേ എന്ന് പറയുന്നുണ്ടാവും അല്ലേ നിങ്ങളോടൊക്കെ. ഇതിനെതിരായിട്ട് ആരെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ ഡയലോഗും കാര്യങ്ങളൊക്കെ എൻ്റെ അടുക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്നറിയുക, ഞങ്ങൾ നിങ്ങളെ മതത്തിനെ ഒരിക്കലും പരിഹസിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഞങ്ങളെ മതത്തിനെ വളരെ വൃത്തികെട്ട രീതിയിൽ, വളരെ മോശപ്പെട്ട രീതിയിൽ പരിഹസിക്കുക. ഉദാഹരണം ഷൈൻ ബീഗം ഒരു സുഡാപ്പി, സുഡാപ്പി എന്ന് തന്നെ നമുക്ക് പറയാം. ഈ സുഡാപ്പി എന്താണ് ചെയ്ത് കൂട്ടുന്നതെന്ന് പോലും അയാൾക്ക് പോലും അറിയില്ല. അപ്പം സിനിമേൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചതാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും സുഡാപ്പികളുടെ കൂട്ടത്തിൽ ഷൈൻ ബീഗത്തിനെ നമ്മൾ പെടുത്തിയിട്ടുണ്ട്. ഇത്രയും തോന്നിയാസത്തിനും വിളിച്ചു പറഞ്ഞിട്ട് നമ്മൾ പന പോലെ ഇരിക്കാൻ നമ്മൾ പിന്നെ ദൈവങ്ങളൊന്നുമല്ല. ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഇരട്ടിയായിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടേ ശീലമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയാനും തോന്നുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കും ഇവക്കെന്താ വട്ടായോ എന്നൊക്കെ. മതം നോക്കി പറയുന്നവൻ്റെ മുഖത്ത് നോക്കി തുപ്പെന്ന് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും ഞാൻ പറയുന്നു, മതം നോക്കി ആര് പറഞ്ഞു കഴിഞ്ഞാലും അവൻ്റെ മുഖത്ത് നോക്കി ഞാൻ തുപ്പിയിരിക്കും എന്ന് പറയുന്നത്. അതിപ്പോൾ ഞാൻ പറഞ്ഞൊന്നല്ല, നിങ്ങൾ തന്നെയല്ലേ. നിങ്ങൾ എന്നെ കൊണ്ട് പറയും വർഗീയവാദി എന്ന്. നിങ്ങൾക്ക് എന്ത് അധികാരമാണ് എന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നതിന്? നിങ്ങൾ ഞങ്ങളെ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ പരിഹസിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ നേരെ മറിച്ച് നിങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും പരിഹസിക്കുന്നുണ്ടോ? നിങ്ങളെ പള്ളിയിൽ നിങ്ങൾ നിസ്കരിക്കുന്നതിനെ പറ്റി പരിഹസിക്കുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങോട്ട് പറ, അന്നേരം ഞാൻ തിരിച്ചങ്ങോട്ട് പറയും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ല വൃത്തിക്കറിയാം. കാരണം അഭിപ്രായങ്ങളില്ലാത്ത വെറും ജന്തുക്കളാണ് കുറച്ച് ഹിന്ദുക്കൾ. അതുകൊണ്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾക്ക് പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവരെ ഭാഗത്ത് കിട്ടുന്ന ചീത്തകൾ, ഇവരെ ഒരു ഗ്രൂപ്പ്, അതായത് നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ഒരു ഗ്രൂപ്പ്, വളരെ മോശമായിട്ടുള്ള ഗ്രൂപ്പുകളിൽ ഇത്രയും ഫോട്ടോസുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ അഡ്മിന്മാർ ചോദ്യം ചെയ്യുന്നില്ല. ആ അഡ്മിന്മാർ ഒരു ഫോട്ടോ, ആരെ ഫോട്ടോ ആണ് വന്നത്, നമുക്കിപ്പം വേണ്ടിക്കൽ അതിന് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. കാരണം അതിനുള്ള ഒരു വകയുണ്ടാവും അതിൻ്റെ അകത്ത് തന്നെ. പക്ഷേ നിങ്ങൾ
എന്താ പറയേണ്ടത്, വൃത്തികെട്ട രീതിയിൽ കമൻറ്റ് ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഇടുമ്പോൾ നമുക്ക് പ്രതികരിക്കേണ്ട, അത് അതിൻ്റെതായ രീതിയിൽ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും അതൊരു പരാതി പോലെ തന്നെ നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ ആയിപ്പോയതാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്. അവരൊക്കെ നമ്മൾ ദിവസവും ചീത്ത പറയാന്ന്. ഇത് ഇന്നും ഉണ്ടായിട്ടുണ്ട് വിഷയങ്ങൾ, പാലസ്തീൻ്റെ വിഷയങ്ങളും പറഞ്ഞിട്ട് എല്ലാവരും പാലസ്തീനൊപ്പം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തൊപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോസുകളും പിന്നെ സ്റ്റാറ്റസുകളും ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുന്നത് ഇവിടെ കേരളത്തിൽ മാത്രമല്ലേ അല്ലേ? പിണറായി വിജയൻ്റെ തട്ടുകത്തിൽ മാത്രമേ ഇങ്ങനെയൊക്കെ നടക്കൂ, ഇല്ല വേറെ സ്ഥലത്തൊന്നും നടക്കൊന്നുമില്ല ഇതൊന്നും. പ്രതികരിക്കണം എന്നൊന്നും ഞാൻ വിചാരിച്ചത് വേറൊന്നും കൊണ്ടല്ല, ഇവറ്റകളൊക്കെ കുറെ കാലങ്ങളായിട്ട് തുടങ്ങി വെച്ച കാര്യങ്ങളാണ്. അതായത് ഒരു ലേഡി ഒരു രാഷ്ട്രീയത്തിലോ എന്തെങ്കിലും ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഒരു പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനടി അവരെ ഇല്ലാതാക്കേണ്ടിയിട്ട് വൃത്തിയായിട്ട രീതിയിൽ കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഇവറ്റകളെ ഭാഗത്തു നിന്ന് തന്നെ. നിങ്ങൾ ഇതിൻ്റെ അകത്ത് നോക്കിയാൽ മതി, ഷാഹിർ MTക്ക് കക്കൂസ് വന്നല്ലോ, അതേടാ നിൻ്റെ ഉമ്മ കക്കൂസായിരിക്കും, നിൻ്റെ ബാപ്പ കക്കൂസായിരിക്കും, കക്കൂസ് പണിയായിരിക്കും, അതുകൊണ്ടായിരിക്കും മറ്റുള്ള ലേഡീസിനെ കാണുമ്പോൾ ഇങ്ങനെ കക്കൂസ് എന്ന് തോന്നിപ്പോകുന്നത്. അപ്പോൾ അത് നമ്മളെ കുറ്റമല്ല, നിൻ്റെ കുറ്റമായിരിക്കും, നിൻ്റെ ഉപ്പാൻ്റെ കുറ്റമായിരിക്കും, അല്ലെങ്കിൽ നിൻ്റെ ഉമ്മാൻ്റെ കുറ്റമായിരിക്കും. അത് നമ്മളോടൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആ പറയേണ്ട ആൾക്കാരോട് നിൻ്റെ ഉപ്പാനോടോ ഉമ്മാനോടോ പോയിട്ട് പറഞ്ഞോളുക. ഇതിൽ ചീത്ത വിളിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് ധൈര്യമായിട്ട് ചോദിച്ചോളാം, ഞാൻ ഉത്തരം പറഞ്ഞുതരും. മനസ്സിലായ? ഒരിക്കലുമില്ല, നമ്മൾ RSS തന്നെയാണ് വരിക. അടുത്തത് നരേന്ദ്രമോദി തന്നെ. ഞങ്ങളൊക്കെ 4-ാം തീയതി തുള്ളാനായിട്ട് ഇരിക്കുകയാണ്. നിങ്ങളിവിടെ തന്നെ ഉണ്ടാവണേ ഷാജഹാനെ, കേട്ടാ, ഇവിടെ തന്നെ വേണം. BJP ഭരിക്കുന്നത് കാണാൻ ഇവിടെ തന്നെ വേണം. മനസ്സിലായിനാ? അപ്പം ശരി, എന്നാലും ലൈവ് ഞാൻ കട്ടാക്കാന്ന്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിട്ട് കമൻ്റ് ഇടുക. ഈ ഗ്രൂപ്പുകൾ, അതായത് ഈ ഗ്രൂപ്പുകളിൽ നിങ്ങളെയൊക്കെ അമ്മമാരെ അല്ലെ ഉമ്മമാരെ ഫോട്ടോസോ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ കളിക്കുക. ഈ PP രാജൻ അടുത്തത് ചങ്ങായിയുടെ വീഡിയോ ആയിരിക്കും. ഓക്കെ, ബൈ ബൈ.